സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സനാതനധർമ്മം മനുസ്മൃതിയാണ്, അത് അശ്ലീലമാണ്. കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. അത് വെറുതെ പറഞ്ഞൊരു നമ്പറല്ല. 430 വരെ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന മൗലികമായി ഭേദഗതി ചെയ്യണം. എങ്ങനെയാണ് ഭേദഗതി ചെയ്യുക? സനാതന ധർമ്മത്തെ പറ്റി ഇപ്പോൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ചർച്ച ചെയ്യണം. കേരളത്തിൽ സനാതന ധർമ്മത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എന്തോ അപകടം വരുന്ന ഒരു ധിക്കാരണി വേണം. മുഖ്യമന്ത്രി കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. ശിവഗിരി തന്നെ, മറ്റെവിടെയല്ല. അതിന്റെ കൃത്യമായ അർത്ഥം മനുസ്മൃതി അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. അതാവണമെന്നുള്ളത് പറയാം. അത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു അശ്ലീലമാണ്. കിരൺകുമാർ ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസംഗത്തിന് പിന്നാലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ട് സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ടും പറയുന്നത്? രോഹിണി, ജാതി വ്യവസ്ഥയുടെ മറ്റൊരു പതിപ്പാണ് സനാതനധർമ്മം എന്ന് പരാമർശിച്ചുകൊണ്ടായിരുന്നു MV ഗോവിന്ദന്റെ പ്രസംഗം ആരംഭിച്ചത്. കൊണ്ട് കേരളത്തിലെയോ അല്ലെങ്കിൽ ഭാരതത്തിലോ ഒന്നും തന്നെ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. നിരവധി പേരെ കഷ്ടതയിലേക്ക് തള്ളിവിട്ടത് ഈ ജാതി വ്യവസ്ഥയാണ്. ഈ ജാതി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ചത് മനുസ്മൃതിയാണെന്നും മനുസ്മൃതിയുടെ ഒരു പതിപ്പാണ് ഈ സനാതനധർമ്മം എന്ന തരത്തിലുള്ളൊരു പരാമർശം തന്നെയായിരുന്നു MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ചാതുർവർണ്ണ്യം അശ്ലീലമാണ്, അതുകൊണ്ട് തന്നെ സനാതനധർമ്മം ഈ കാലഘട്ടത്തിൽ അശ്ലീലമാണ് എന്ന കൂടി MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുകയുണ്ടായിരുന്നു. സനാതനധർമ്മത്തെ കുറിച്ചുള്ള ചർച്ച അത് അപകടകരമാണ് എന്ന തരത്തിൽ ചിലർ പറയുന്നുണ്ട്. എന്നാൽ ചർച്ച ചെയ്യേണ്ടതാണ്. കേരളം സനാതനധർമ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യണം. ഈ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തന്നെ ശിവഗിരിയിൽ തുടക്കമിട്ടിട്ടുണ്ട് എന്നായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞു വെച്ചത്. സനാതനധർമ്മം ഇത്തരത്തിൽ ചാതുർവർണ്ണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, അത് അശ്ലീലമാണ് എന്നായിരുന്നു MV ഗോവിന്ദൻ ഇന്നലെ പറയുകയുണ്ടായിരുന്നത്. ഇന്നലെ കോട്ടയത്ത് CPMന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാമർശം സനാതനധർമ്മത്തിന് എതിരായിട്ടുണ്ടാവുന്നത്. നേരത്തെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പരാമർശം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ശിവഗിരിയിൽ വെച്ച് സനാതനധർമ്മത്തെ അവഹേളിച്ചുകൊണ്ട് ഉള്ള പരാമർശം. ഈ പരാമർശത്തിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ MV ഗോവിന്ദനും സനാതനധർമ്മത്തിന് എതിരായിട്ടുള്ള പരാമർശങ്ങളുമായിട്ട് ഏതായാലും രംഗത്തെത്തിയിരിക്കുന്നത്. കിരൺ, നമുക്കറിയാം സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുന്ന പ്രവണത CPM നേതാക്കൾ വച്ചു പുലർത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചധികമായി. ഇപ്പോഴും അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുക, മനുസ്മൃതിയെ അധിക്ഷേപിക്കുക, വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം ലക്ഷ്യം വയ്ക്കുക, ഹൈന്ദവതയെ കടന്നാക്രമിക്കുക, ഇതുതന്നെയാണ് CPM നേതാക്കൾ കുറച്ചു കാലങ്ങളായി തുടരുന്ന പ്രവണത. രോഹിണി, CPMന്റെ ഒരു കാലഘട്ടം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഹിന്ദു വിരുദ്ധത പലപ്പോഴും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലതവണ ഈ പറയുമ്പോഴെല്ലാം തന്നെ ഒന്നെങ്കിൽ ഹിന്ദു മതത്തെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ളൊരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏതാനും ചില സമയങ്ങളായിട്ടാണ് ഇത്തരത്തിൽ സനാതനധർമ്മം എന്ന തരത്തിൽ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലൊരു അവഹേളനത്തിലേക്ക് നേരിട്ട് കടക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ഹിന്ദു ഐക്യവേദി നേതാക്കളുടെ അടക്കം വിമർശിച്ച പോലെ തന്നെ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. CPMന്റെ ഹിന്ദു വിരുദ്ധത മനസ്സിലാക്കാം, അത് നേരത്തെ മുതൽ തന്നെ ഉള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഈ കൂടുതൽ ശക്തമായിട്ട് ഇത് പ്രകടമാക്കുന്നതിന്റെ പിന്നിൽ അത് ചില ഇത്തരത്തിൽ ഈ മുസ്ലിം വർഗീയ സംഘടനകളുടെ സ്വാധീനത്തെ തുടർന്നാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാവുന്നത്. കാര്യം ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അവഹേളനം അല്ലെങ്കിൽ വിമർശനങ്ങൾ തുടങ്ങിയിരുന്നത് ഒരുപക്ഷെ ആദ്യം തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. സ്റ്റാലിന്റെ അടക്കമുള്ള വാക്കുകളിൽ നിന്ന് നേരത്തെ ഇത്തരം പരാമർശങ്ങൾ വന്നിരുന്നതാണ്. പിന്നീട് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി അതിന് തുടക്കം കുറിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അത് തുടരണം എന്ന തരത്തിലേക്ക് അണികളോട് പറയുന്നു. സനാതനധർമ്മത്തിനെ അവഹേളിക്കുന്ന ആയിട്ടുള്ള നിലപാട് അത് താഴെത്തട്ടിൽ CPMന്റെ താഴെത്തട്ടിലടക്കം അതിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നലെ അണികളോട് സംസാരിച്ച് അവരോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഏതായാലും MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സനാതനധർമ്മം അശ്ലീലമാണ്, അത് ചാതുർവർണ്ണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. മാത്രവുമല്ല
മനുസ്മൃതിയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം വരാനായിട്ട് അല്ലെങ്കിൽ അത് കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം നടക്കുന്നു എന്നുള്ള ഒരു പരാമർശം കൂടി ഉണ്ടാകുന്നു. എം വി ഗോവിന്ദൻ അടക്കമുള്ള CPM നേതാക്കൾ ഒരുപക്ഷെ നേരത്തെ മുതൽ തന്നെ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നേരിട്ട് തന്നെ, അതായത് അണികളോട് പരസ്യമായി പറയുകയാണ്, നിങ്ങൾ നേരിട്ട് തന്നെ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് സനാതന ധർമ്മത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്ന തരത്തിലുള്ള ഒരു ആഹ്വാനം തന്നെയായിരുന്നു ഏതായാലും എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. കിരൺ, നമുക്കറിയാം ഇത്തരത്തിൽ സനാതന ധർമ്മത്തിൽ നിന്ന് തുടങ്ങി ഹിന്ദു ആചാരങ്ങളിലേക്ക് കടന്ന് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പാലിക്കപ്പെടുന്ന ആചാരങ്ങൾ മാറ്റിയെഴുതണം എന്ന് ആഹ്വാനം ചെയ്ത് ഇതിങ്ങനെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ഒരു വേട്ടയായി തുടരുകയാണ് ഓരോ പ്രസംഗവും ഓരോ സമ്മേളനങ്ങളും CPM നേതാക്കളെ സംബന്ധിച്ചിടത്തോളം. രോഹിണി, നേരത്തെ ഇത്തരം കാര്യങ്ങളായിരുന്നു, അതായത് പ്രത്യക്ഷമായിട്ടുള്ള നടക്കുന്ന ചില ചടങ്ങുകൾ, ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ, അതിൻ്റെ പ്രകടമായിട്ടുള്ള ചില കാര്യങ്ങളെ ആയിരുന്നു CPM ലക്ഷ്യം വെച്ച് ആക്രമിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ എല്ലാ അർത്ഥത്തിലും തന്നെ ഈ സനാതനധർമ്മം പ്രതിനിധീകരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നേരിട്ട് ആക്രമിക്കണം എന്ന ഒരു ആവശ്യമാണ് ഏതായാലും എം വി ഗോവിന്ദൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തിരിച്ചടിക്കാനായിട്ട് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്